ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമ്മൾ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലും മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ അരമുറി തേങ്ങ എടുക്കുക, എന്നിട്ട് ഒറ്റപ്പാൽ നല്ല കട്ടിയിൽ പാലെടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ പാനിൽ നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷം എത്ര നമുക്ക് ആവശ്യമെന്ന് വിചാരിച്ചാൽ എന്തായാലും 3 മുട്ട എന്തായാലും എടുക്കണം. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 4 ബുൾസൈ പാനിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വെന്ത് വരുമല്ലോ, ഒരു ഹാഫ് വേവ് വരുമ്പോൾ നമ്മളതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ. നല്ല കട്ടി വേണം, അധികം വെള്ളം ഒഴിക്കരുത്. തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മളതിൽ അതിൻ്റെ മീതെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ലേശം ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുക കിട്ടുന്നുണ്ടാകുന്ന. അപ്പോൾ ഒരു ഹാഫ് വേവായിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ അതിൽ ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണത്. യൂട്യൂബിലൊന്നും അധികം ആളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്. പിന്നെ മല്ലിച്ചപ്പ് ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് മൂടി വെക്കണം എന്നില്ല, വേണമെങ്കിൽ മൂടി വെച്ചിട്ട് പിന്നെ ഒരു കട്ടി പോലെ വരും. അപ്പം നമ്മളത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. നല്ല അടിപൊളിയാണ്, നല്ല രസത്തിൽ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്നൊരിതാണ് തേങ്ങാപ്പാൽ പഴം ഇതേപോലെ ചെയ്യും. അതിനേക്കാൾ ടേസ്റ്റാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിവരം കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഒരു ഇതും കൂടെ ഇടാം കേട്ടോ, മുന്തിരി ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം. എല്ലതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്.